വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏവർക്കും DTNന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. DTN കോഴ്സ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന പ്രൊഫഷണൽ സബ്ജക്റ്റിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്നും അതിന്റെ വിവിധ ബ്രാഞ്ചുകളും നാം മനസ്സിലാക്കിയിരിക്കണം. രാജ്യത്തിന്റെ പുരോഗതിക്ക് സിവിൽ എഞ്ചിനീയർക്കുള്ള പങ്ക് എന്താണെന്നും ഒരു ഡ്രാഫ്റ്റ്സ്മാന്റെ ഉത്തരവാദിത്വം എന്താണെന്നും ആമുഖമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Introduction to Civil Engineering. Civil engineering is the branch of engineering that deals with the design, construction and maintenance of buildings, roads, canals, bridges, dams, airports, sewage system, pipelines and many more. ഒരു സിവിൽ എഞ്ചിനീയർക്ക് നിരവധി ബ്രാഞ്ചുകൾ സ്പെഷ്യലൈസ് ചെയ്യുവാൻ സാധിക്കും. ആ മേഖലകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, മണ്ണിന്റെ സ്വഭാവവും അതിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ചും പഠിക്കുന്നു. മെറ്റീരിയൽ എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഗുണവിശേഷങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ഒരു ബിൽഡിങ്ങിന് അനുഭവപ്പെടുന്ന ലോഡുകൾ സുരക്ഷിതമായി വഹിക്കുവാൻ രൂപകൽപ്പന ചെയ്യുന്നു. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, സുരക്ഷിതവും സൗകര്യപ്രദവുമായ ഒരു ഗതാഗത മാർഗം നൽകുന്നതിനായി ശ്രദ്ധിക്കുന്നു. അർബൻ എഞ്ചിനീയറിംഗ്, ഒരു ടൗണിന്റെ വികസനം ഡിസൈൻ ചെയ്യുന്നു. വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, ഡാംസ്, കനാൽ, ജലവിതരണ സംവിധാനം കൈകാര്യം ചെയ്യുന്നു. കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ്, എഞ്ചിനീയേഴ്സ് രൂപകൽപ്പന ചെയ്ത വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ, വേസ്റ്റ് ഡിസ്പോസൽ, റീയൂസ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാട്ട് ഡസ് civil engineers do? Civil engineers are the backbone of the society. The development of the society means the development of its infrastructure and public works like roads, bridges, canals, harbor, airport, etc. Civil engineers design, build, supervise and maintains all the infrastructure projects and the system in the public and private sectors. In fact, the world is an artwork of a civil engineer. സിവിൽ എഞ്ചിനീയേഴ്സ് സമൂഹത്തിന്റെ നട്ടെല്ലാണ്. ഒരു സൊസൈറ്റിയുടെ വികസനം എന്നാൽ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നതാണ്. Introduction to draftsman. A draftsman is a person who is responsible for undertaking various drafting works related to construction neatly and accurately, either manually or using CAD. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ ഡ്രോയിംഗ് ജോലികൾ കൃത്യമായും സ്വമേധയോ അല്ലെങ്കിൽ CAD സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്ന ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ് ഡ്രാഫ്റ്റ്സ്മാൻ. സം ബേസിക് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനെ നമുക്ക് പരിചയപ്പെടാം. സിമെന്റ്, സാൻഡ്, സ്റ്റോൺസ്, ബ്രിക്സ്, ടിമ്പർ, സ്റ്റീൽ. Cement. Cement is made from lime and clay. It is an excellent binding material when mixed with water. It is grey in color. സിമെന്റിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് റോ മെറ്റീരിയൽ ആണ്, അത് മാനുഫാക്ചർ ചെയ്യാനുള്ള രണ്ട് റോ മെറ്റീരിയൽ ആണ് ലൈമും ക്ലേയും. സിമെന്റ് വെള്ളവുമായിട്ട് കൂടിച്ചേരുമ്പോൾ ഏറ്റവും നല്ല ഒരു ബന്ധിത വസ്തുവായി മാറുന്നു.
1 bag of cement 50 kg. ഒരു ബാഗ് ഓഫ് സിമെന്റ് എന്ന് പറയുമ്പോൾ അത് 50 കിലോ ആണ്. 1 m³ of cement is 1440 kg. അതായത് 1 മീറ്റർ സൈഡുള്ള ക്യൂബ്, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. 1 മീറ്റർ ലെങ്ത്, 1 മീറ്റർ ബ്രെഡ്ത്ത് ആൻഡ് 1 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ക്യൂബിനകത്ത് അത്രയും m³ ഓഫ് സിമെന്റ് നമുക്ക് വേണമെങ്കിൽ 1440 kg സിമെന്റ് ആണ് വേണ്ടത്. ഇനി സിമെന്റിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഈസ് 30 minutes. അതായത് സിമെന്റ് നമ്മൾ വെള്ളവുമായിട്ട് മറ്റ് ഇൻഗ്രീഡിയൻസുമായിട്ട് സാൻഡ് അഗ്രിഗേറ്റുമായിട്ടൊക്കെ മിക്സ് ചെയ്യുമ്പോൾ അതിനെ മിക്സ് ചെയ്ത് അതിൻ്റെ പ്ലേസിൽ കൊണ്ടുവന്ന് അതിനെ കമ്പാക്ട് ചെയ്ത് പ്ലേസ് ചെയ്ത് വെക്കുന്ന ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സിമെന്റിന് സെറ്റിംഗ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഒരു 30 minutesലേക്ക് ആ സെറ്റിംഗ് ടൈം ക്രമീകരിച്ച് വെച്ചേക്കുവാണ്. സോ ദ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ് ഈസ് 30 minutes ആൻഡ് ദ ഫൈനൽ സെറ്റിംഗ് ടൈം ഈസ് 10 hours. അതായത് 10 hours കൊണ്ട് ഈ നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് സിമെന്റ് 10 hours കൊണ്ട് അത് ഹാർഡൻ ആകും. അതിന് സ്ട്രെങ്ത് ഗെയിൻ ചെയ്യത്തില്ല, ബട്ട് അത് ഹാർഡൻ ആകും. അതാണ് നമ്മൾ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിമെന്റിനെ നമുക്ക് പരിചയപ്പെടാം. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ജനറൽ കൺസ്ട്രക്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് അത് അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് വെള്ളത്തിനടിയിലെ കൺസ്ട്രക്ഷൻസ് ചെയ്യാനും വേണ്ടി പെട്ടെന്ന് അത് അവിടെ സെറ്റ് ആകുന്നതുകൊണ്ടാണ് നമ്മളത് ക്വിക്ക് സെറ്റിംഗ് സിമെന്റ് അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്. അതായത് സ്പീഡി കൺസ്ട്രക്ഷൻസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് തീർക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ we will use this rapid hardening cement. Next is white cement. White cement നമ്മൾ പ്ലാസ്റ്ററിംഗ് ഒക്കെ കഴിയുമ്പോൾ ഒരു പ്രൈമർ കോട്ടായിട്ട് നമുക്ക് ആ പ്ലാസ്റ്റർ ചെയ്ത ഭിത്തിയിലൊക്കെ നമുക്ക് അടിക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് പെയിന്റിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ എക്സ്റ്റേണൽ വർക്ക്സിന് യൂസ് ചെയ്യുന്നുണ്ട്, ഓർണമെന്റൽ വർക്ക്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ഈസ് എക്സ്പാൻഡിങ് സിമെന്റ്. എക്സ്പാൻഡിങ് സിമെന്റ് റിപ്പയറിംഗ് വർക്ക്സിനാണ് യൂസ് ചെയ്യുന്നത്. അതായത് ക്രാക്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ക്രാക്സിലോട്ട് നമുക്ക് ദിസ് സിമെന്റ് 1:1 സിമെന്റ് ആൻഡ് സാൻഡ് 1:1 റേഷ്യോ ഓർ 1:2 1:3 റേഷ്യോയിൽ നമ്മൾ ആ ക്രാക്സിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തിട്ട് അത് അവിടെ എക്സ്പാൻഡ് ചെയ്ത് ആ ക്രാക്സ് മാറി നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഇസ് കളേർഡ് സിമെന്റ്. വിവിധ തരത്തിലുള്ള കളേർഡ് സിമെന്റ്സ് ഉണ്ട് നമുക്ക് ലഭ്യമാണ്. അത് നമ്മൾ ഫ്ലോർ ഫിനിഷ്, അതായത് ടൈൽസ് ഒക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ടൈൽസ് വരുമ്പോൾ അതായത് ജോയിൻറ്റ്സ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓർണമെന്റൽ വർക്ക്സിന് വേണ്ടി നമുക്ക് ഈ കളർ സിമെന്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഈസ് യൂസസ് ഓഫ് സിമെന്റ്. സിമെന്റ് ഈസ് ദ ബേസിക് മെറ്റീരിയൽ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻസ്. എല്ലാ കൺസ്ട്രക്ഷൻസിനും നമുക്ക് സിമെന്റ് ആവശ്യമാണ്. കാരണം സിമെന്റ് ഇസ് എ ബൈൻഡിങ് മെറ്റീരിയൽ. ബാക്കി സാൻഡും പോസ്റ്റ് അഗ്രിഗേറ്റും ഒക്കെ ഒരു ഫില്ലർ മെറ്റീരിയൽ ആണ്. അതായത് ഫില്ലിങ്ങിന് യൂസ് ചെയ്യാം. അതിന് ആക്ഷൻസ് ഇല്ല. സിമെന്റ് വന്നെങ്കിൽ മാത്രമേ അതിന് ആക്ഷൻസ് ഉണ്ടാകത്തുള്ളൂ. ബൈൻഡിങ് പ്രോപ്പർട്ടി ഉള്ളത് സിമെന്റിനാണ്. സോ സിമെന്റ് ഇസ് ദ ബേസിക് മെറ്റീരിയൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് മോർട്ടാർ ഫോർ പ്ലാസ്റ്ററിംഗ്, മാസണറി വർക്ക് ആൻഡ് പോയിന്റിംഗ് എക്സെട്ര. അപ്പോൾ പ്ലാസ്റ്ററിംഗ് ചെയ്യാൻ, അതായത് ഭിത്തി അല്ല ഏത് സബ്സ്റ്റൻസും തേക്കാൻ. മാസണറി വർക്ക് മീൻസ് ഭിത്തി കെട്ടുക, അതായത് മാസണറി വർക്ക് സ്റ്റോൺ മാസണറി ഉണ്ട്, ബ്രിക്ക് മാസണറി ഉണ്ട്. ദെൻ പോയിന്റിംഗ് വർക്ക് എന്ന് പറയുമ്പോൾ ജോയിന്റ്സ് ഫിൽ ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ഗ്രേഡ്സ് ഓഫ് സിമെന്റ്. ഡിഫറെന്റ് ഗ്രേഡ്സ് ഓഫ് സിമെന്റ് ഈസ് 33 grade, 43 grade and 53 grades. ഈ 3 ഗ്രേഡ്സ് ആണ് ഇപ്പം നമുക്ക് നിലവിൽ ഉള്ളത്. ഗ്രേഡ് മീൻസ് സിമെന്റിന്റെ ഗ്രേഡ് എന്ന് പറയുമ്പോൾ
അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആഫ്റ്റർ 28 days in Newton per mm squared ആണ്. അപ്പം ദിസ് ഗ്രേഡ് നമ്മൾ ഇതിൻ്റെ ഗ്രേഡ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തും നമ്മൾ ക്യൂബ് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. സിമെന്റ് മോട്ടാറിനെ 1:3 പ്രൊപ്പോർഷനിൽ അതിനെ മിക്സ് ചെയ്ത് 15 സെന്റിമീറ്റർ ഉള്ള ക്യൂബിനകത്ത് ആക്കി, ക്യൂബിന്റെ മോൾഡിനകത്താക്കി അതിനകത്ത് നമ്മൾ ഈ ക്യൂബ് ഫോം ചെയ്യും. ഫോം ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഡേ അതിനെ ആ ക്യൂബ് അതിനെ റിമൂവ് ചെയ്ത് നമുക്ക് ആ മോൾഡിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിനെ നമ്മൾ ക്യൂർ ചെയ്ത് 28 days ആഫ്റ്റർ 28 days കഴിഞ്ഞ് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ മെഷർ ചെയ്യും. ആ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് നമ്മൾ ഈ ഗ്രേഡ്സ് ഓഫ് സിമെന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ 33, 43 and 53 ഗ്രേഡ്സ് ഓഫ് സിമെന്റ് ആണ് നമുക്കുള്ളത്. 33 എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രെങ്ത് കുറവാണ്, 43 നെക്സ്റ്റ് ആൻഡ് 53 ഗ്രേഡ് ആണ് ഏറ്റവും കൂടിയ ഗ്രേഡ് ഉള്ള അല്ലെ സ്ട്രെങ്ത് ഉള്ള സിമെന്റ് നമുക്ക് ലഭ്യമാണ്. Sand is a fine aggregate used for making mortar and concrete. Mortar is used for plastering, pointing and masonry work. Sand, cement, mortar and concrete നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെറ്റീരിയലാണ് സാൻഡ്. പ്ലാസ്റ്ററിങ് ആൻഡ് പോയിന്റിങ്ങിന് നമ്മൾ വളരെ സൈസ് കുറഞ്ഞ സാൻഡാണ് യൂസ് ചെയ്യുന്നത്, അതായത് ഫൈൻ സാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാൻഡിനെ നമ്മൾ മൂന്നായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും: ഫൈൻ സാൻഡ്, കോഴ്സ് സാൻഡ് ആൻഡ് ഗ്രാവലി സാൻഡ് അക്കോർഡിംഗ് ടു ദ സൈസ്. അപ്പം ഈ സോഴ്സസ് ഓഫ് സാൻഡ്, സോഴ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ഉത്ഭവം, എവിടെ നിന്ന് നമുക്ക് സാൻഡ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പിറ്റ് സാൻഡ്, റിവർ സാൻഡ് ആൻഡ് സീ സാൻഡ്. ഈ മൂന്ന് സാൻഡിൽ റിവർ സാൻഡ് ഇസ് പ്യുവർ ആൻഡ് ഗുഡ് ഫോർ കൺസ്ട്രക്ഷൻ വർക്ക്സ്. നമുക്ക് കൺസ്ട്രക്ഷൻ വർക്ക്സിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ്, പ്യുവറാണ്. ബട്ട് സീ സാൻഡ് ഇസ് നോട്ട് ഗുഡ് ഫോർ കൺസ്ട്രക്ഷൻ ബിക്കോസ് it contains salt. The presence of this salt absorbs the moisture content from the atmosphere, corrodes the steel and delays the setting action of cement. Sea sand, നമുക്കറിയാം കടലിലെ വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശമുണ്ട്, അതുകൊണ്ട് കടലിൽ നിന്ന് എടുക്കുന്ന മണലിനകത്ത് ഉപ്പിൻ്റെ അംശമുണ്ട്. ബട്ട് ഈ ഉപ്പിൻ്റെ അംശം ഉള്ള ഒരു വസ്തുക്കളും നമുക്ക് കൺസ്ട്രക്ഷന് ഉപയോഗിക്കുവാൻ കൊള്ളത്തില്ല. കാരണം ദിസ് സോൾട്ട്, ഈ ഉപ്പിൻ്റെ അംശം എന്താ, അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചർ കണ്ടന്റിനെ ആഗിരണം ചെയ്യും. എന്നിട്ട് ആഗിരണം ചെയ്താൽ എപ്പോഴും അതിങ്ങനെ ഭിത്തിയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രക്ചേഴ്സ് അതൊക്കെ നനഞ്ഞിരിക്കും, ഈർപ്പം ഉണ്ടാകും. പിന്നെ ആ ഈർപ്പം ഉണ്ടെങ്കിൽ എന്താണ് പറ്റുന്നത്, സ്റ്റീൽ കമ്പി തുരുമ്പിച്ചു പോകും. പിന്നെ ഈ ഉപ്പിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഇതിൻ്റെ മിക്സിംഗ് ടൈമിൽ നമ്മുടെ സെറ്റിംഗ് ആക്ഷൻ ഓഫ് സിമെന്റ് കുറഞ്ഞിരിക്കും, അതായത് ഡിലേ ആകും. അപ്പോൾ സോ സീ സാൻഡ് ഈസ് നോട്ട് ഗുഡ് ഫോർ കൺസ്ട്രക്ഷൻ. നെക്സ്റ്റ് ഈസ് substitutes of sand. Due to the non-availability of river sand, artificial sand is manufactured by crushing stones known as M sand and P sand. M sand is used for masonry works and concrete works. P sand is used for plastering. പണ്ടൊക്കെ നമുക്ക് കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ഒത്തിരി കുറവായിരുന്നു. അന്ന് നമുക്ക് ആറ്റിൽ നിന്നും മണലൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ആറ്റിൽ നിന്നും മണലൊന്നും എടുക്കുവാൻ സാധിക്കത്തില്ല. ഇപ്പം നമ്മൾ അതുകൊണ്ട് മാനുഫാക്ചേർഡ് സാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഈ റിവറിൽ നിന്നും കിട്ടുന്ന സാൻഡിൻ്റെ അതേ ഗ്രേഡ്സോടുകൂടി നമ്മൾ സാൻഡിനെ മാനുഫാക്ചർ ചെയ്യും. അത് മാനുഫാക്ചർ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പാറമടയിൽ പാറ പൊട്ടിക്കുന്ന ഉടനെ അവിടെ അതിനെ ക്രഷ് ചെയ്ത്
ഈ വളരെ ചെറിയ സൈസിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലുള്ള ഫൈൻ സാൻഡ്, കോഴ്സ് ആൻഡ് ഗ്രാവലി സാൻഡ്, ആ സൈസിൽ നമ്മൾ അതിനെ പൊടിച്ചെടുക്കുന്നു. അതാണ് എം സാൻഡ്. ആൻഡ് ദിസ് എം സാൻഡ്, അതിന് സൈസ് കൂടുതലാണ്, മാസണറി വർക്കിനും കോൺക്രീറ്റ് വർക്ക്സിനും യൂസ് ചെയ്യും. ബട്ട് പി സാൻഡ് അത് പ്ലാസ്റ്ററിങ് സാൻഡാണ്, പ്ലാസ്റ്ററിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യും. വളരെ നേർത്ത ഫൈൻ സാൻഡിൻ്റെ അതേ സൈസിലാണ് നമ്മൾ പി സാൻഡ് നിർമ്മിച്ചെടുക്കുന്നത്. നെക്സ്റ്റ് ഈസ് an important property of sand, that is bulking of sand. Bulking of sand എന്ന് പറയുന്നത് മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഈർപ്പമാണ്, വളരെ കുറച്ച് വെള്ളത്തിൻ്റെ അംശമാണ് മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത്. That increases the presence of 5 to 8% of moisture content increases the volume of sand from 20 to 40%. This phenomena is called bulking of sand. To compensate bulking, more quantity of sand is added. then ഇവിടെ നമ്മൾ സാൻഡിനെ അല്പം മോയ്സ്ചർ കണ്ടന്റ്, അതായത് 5 to 8% മോയ്സ്ചർ കണ്ടന്റ് ആഡ് ചെയ്തിട്ട് ഒരു ജാറിനകത്ത് എടുത്ത് കാണിച്ചേക്കാണ്. അപ്പോൾ ആദ്യമേ ഇവിടം വരെ ഉള്ളായിരുന്നു, മോയ്സ്ചർ കണ്ടന്റ് ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇവിടെ കാണിച്ചേക്കുന്നുണ്ടോ, ദിസ് ഇസ് ഡ്രൈ സാൻഡ്, ഇതിനകത്ത് ഫിലിമും ഒന്നും ഇല്ല. ബട്ട് ബൈ ആഡിങ് ദിസ് 5 to 8% of moisture content, ഈ വാട്ടർ ഒരു ഫിലിമായിട്ട് ഉണ്ട്, ഈ ബ്ലൂ കളറ് ഒരു ഫിലിമായിട്ട് ഓരോ പാർട്ടിക്കിൾസിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഫോം ചെയ്യും. ദിസ് ഇൻക്രീസസ് ദ വോളിയം, അപ്പോൾ അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. ബട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും, ഇതാണ് ഈ ഗ്രാഫിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും, താഴെ മോയ്സ്ചർ കണ്ടന്റ് ആണ് 5%, 10%, 15 and 20. ഈ സൈഡിലോട്ട് വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്തിട്ടുണ്ട്. 5% ആയി കഴിയുമ്പോൾ നമ്മുടെ ഗ്രാഫ് താഴോട്ട് പോകും. അപ്പം ഈ ബൾക്കിംഗ് പ്രോപ്പർട്ടി കോഴ്സ് സാൻഡിന് കുറവാണ്, അതിനേക്കാളും തൊട്ട് കൂടുതലാണ് മീഡിയം സാൻഡിന്. ഫൈൻ സാൻഡിനാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഗ്രാഫിങ്ങിന് മുകളിലോട്ട് പോയിട്ട് താഴോട്ട് പോകും. സോ ഫൈൻ പാർട്ടിക്കിൾസ് ഉള്ളിടത്താണ് ഈ ഫിലിം ഇങ്ങനെ ഫോം ചെയ്തിട്ട് പിന്നെ പെർസെൻറ്റേജ് ഓഫ് മോയ്സ്ചർ കൂടുന്നതനുസരിച്ച് ഗ്രാഫ് താഴോട്ട് വരും. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ നനഞ്ഞിരിക്കുന്ന ഒരു മണൽ നമ്മൾ സൈറ്റിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ചുകൂടെ സാൻഡ് ആഡ് ചെയ്തെങ്കിൽ നമുക്ക് ആ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് സാൻഡ് നമുക്ക് ലഭിക്കുകയുള്ളൂ. Types of sand and its uses. The sand size is differentiated according to the size. Fine sand, its size is less than 1.5875 mm. അതായത് 1.5875 mm സൈസ് ഉള്ള അരിപ്പയ്ക്കകത്തൂടെ അരിച്ച് താഴെ വീഴുന്നതാണ് ഫൈൻ സാൻഡ്. അത് പ്ലാസ്റ്ററിങ് ആൻഡ് പോയിന്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് കോഴ്സ് സാൻഡ്. കോഴ്സ് സാൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് 1.5875 ഇൻ ബിറ്റ്വീൻ ദാറ്റ് ആൻഡ് 3.175 mm സൈസിന് ബിറ്റ്വീൻ ആയിട്ടായിരിക്കും. അപ്പോൾ അതിന് ഫൈൻ സാൻഡിനേക്കാളും ഇച്ചിരൂടെ സൈസ് കൂടുതലാണ്. അപ്പോൾ കോഴ്സ് സാൻഡ് മാസണറി വർക്ക്സിന് വേണ്ടി യൂസ് ചെയ്യുന്നു, അതായത് ഭിത്തി കെട്ടാനായിട്ട് യൂസ് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് ഇസ് ഗ്രാവലി സാൻഡ് ആൻഡ് ഇറ്റ് സൈസ് വേരീസ് ഫ്രം 3.175 mm to 7.62 mm. അത് കോൺക്രീറ്റ് വർക്ക്സിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. Stones are naturally occurring materials on the Earth's crust in the form of rocks. All stones found in the nature are not suitable for construction. The process of extraction of stones from these rocks is called quarry.
സ്റ്റോൺസ് നമ്മുടെ എർത്തില് റോക്കിന്റെ ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. അതായത് പാറമടയിലൊക്കെ നമുക്ക് റോക്സ് ആയിട്ട് കിട്ടും. എന്നിട്ട് ആ റോക്സിനെ നമ്മൾ പൊട്ടിച്ച് എടുക്കുകയാണ്. ഈ പൊട്ടിച്ചെടുക്കുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാറി എന്ന് പറയുന്നത്. ഒരുമാതിരി എല്ലാവരും ഒരു ക്വാറിയൊക്കെ കണ്ടു കാണും, പാറമട എവിടെയെങ്കിലും ഒക്കെ കണ്ടു കാണും. അപ്പം നമുക്ക് അവിടുന്ന് കിട്ടുന്ന എല്ലാ സ്റ്റോൺസും, ഈ എർത്ത് ക്രസ്റ്റിലുള്ള എല്ലാ സ്റ്റോൺസും നമുക്ക് കൺസ്ട്രക്ഷൻ പർപ്പസിന് യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. കാരണം ചിലതിനൊക്കെ അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ കുറവായിരിക്കും. അങ്ങനെ സ്ട്രെങ്ത് കുറവുള്ള സ്റ്റോൺസ് നമ്മൾ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യത്തില്ല. Here the types and uses of stones, different types of stones. എർത്തിൽ പലതരം സ്റ്റോൺസ് ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഡിഫറെന്റ് കളേഴ്സിൽ ഉള്ള സ്റ്റോൺസ്. അപ്പം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റോൺസ് ബസാൾട്ട്, ഗ്രാനൈറ്റ്, മാർബിൾ, സാൻഡ്സ്റ്റോൺ, സ്ലേറ്റ്, ലൈംസ്റ്റോൺ ആൻഡ് സോ ഓൺ. ഇതിനകത്ത് നമുക്ക് ഫ്ലോറിങ്ങിന് യൂസ് ചെയ്യുന്നതുണ്ട്. നമ്മൾ മാർബിള്, ഗ്രാനൈറ്റ് അതൊക്കെ നമുക്ക് ഫ്ലോർ ഫിനിഷിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യും. സ്ലേറ്റ് റൂഫിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഭിത്തി കെട്ടാൻ, പിന്നെ അല്ലാതെ നമ്മൾ അഗ്രിഗേറ്റ്സ് ആയിട്ടും ഒക്കെ നമ്മൾ സ്റ്റോൺസിനെ നമ്മൾ യൂസ് ചെയ്യും. നെക്സ്റ്റ്, ഇറ്റ്സ് യൂസസ്. സ്റ്റോൺസ് ആർ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ടിങ് masonry walls, foundations, roads, railways, dams, roof construction, paving floor, etc. Limestone is the basic material for manufacturing of Portland cement. അപ്പോൾ സിമെന്റ് മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മൾ ലൈം അവിടെ പഠിച്ചിരുന്നു. ആ ലൈം സ്റ്റോൺ ആണ് അതിന്റെ ബേസിക് മെറ്റീരിയൽ. നെക്സ്റ്റ് പ്രോസസ് ഇസ് ഡ്രസ്സിങ്. ഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്വാറിയിൽ നിന്ന് കിട്ടുന്ന അതേ സ്റ്റോൺസിന് അതിനൊരു പ്രോപ്പർ ഷേപ്പ് ഒന്നുമില്ല. പ്രോപ്പർ ഷേപ്പും ഇല്ല, സൈസും ഇല്ല, ഒന്നുമില്ല. അത് ഏതെങ്കിലുമൊക്കെ റാൻഡമായിട്ടാണ് അത് പൊട്ടി നമുക്കിങ്ങനെ കിട്ടുന്നത്, ഏതെങ്കിലുമൊക്കെ ഷേപ്പിൽ. അപ്പം ഇതിനെ പ്രോപ്പർ സൈസ് ആക്കി ഷേപ്പ് ചെയ്ത് ഒക്കെ വരുന്നതിനെയാണ് നമ്മൾ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഡ്രസ്സിങ് ഇസ് ദ പ്രോസസ് ഓഫ് ഗിവിംഗ് proper size, shape and finish to the roughly broken stones. ഇപ്പം ഡ്രസ്സിങ്ങിന്റെ ഡിഫറെന്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ അതിന്റെ സൈസ് ചെയ്യുക, ഷേപ്പ് ഉണ്ടാക്കുക, അതിനെ പ്ലെയിൻ ചെയ്യുക, സർഫസ് ഫിനിഷ് ചെയ്യുക, പിന്നെ പോളിഷ് ചെയ്യുക. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് എക്യുപ്മെന്റ്സ് ആണ് ചിസിൽസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചിസിൽസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഈസ് ബ്രിക്സ്. ബ്രിക്സും നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണ്. ഇപ്പം ഇത് ബ്രിക്സിനെ നമ്മൾ ഉണ്ടാക്കുന്നത് അതും ക്ലേ ആഡിങ് വിത്ത് സം അതർ മെറ്റീരിയൽസ്, അതിനെ മോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് മോൾഡ് ചെയ്തിട്ട് റെക്ടാങ്കുലർ ഷേപ്പിലാക്കും. യൂണിഫോം സൈസുള്ള റെക്ടാങ്കുലർ ഷേപ്പിലാക്കിയിട്ട് അതിനെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി അതിനുശേഷം ക്ലിൻസിൽ വെച്ച് ബേൺ ചെയ്യും. Bricks are manufactured by molding clay into rectangular blocks of uniform size, then by drying and burning in kilns. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുമ്പോൾ 19 cm into 9 cm into 9 cm. But its nominal size is 20 cm into 10 cm into 10 cm. നോമിനൽ സൈസ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് പ്ലസ് ഇറ്റ്സ് മോട്ടാർ തിക്നെസ്. ഇനി ഒരു ബ്രിക്കിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 3.1 kg to 3.3 kg ആണ്. ബ്രിക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് യൂസ് ഫോർ masonry works. നെക്സ്റ്റ്, ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ബ്രിക്സ്. ഗുഡ് ബ്രിക്സിന്റെ ക്വാളിറ്റീസ് എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഒരു ഇൻഡിവിജ്വൽ ബ്ലോക്ക് അല്ല നമ്മൾ ഒരു ഭിത്തി കെട്ടാനോ ഒരു വീടിന്റെ കൺസ്ട്രക്ഷനോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒത്തിരി
ഹ്യൂജ് നമ്പർ വേണം. അപ്പോൾ അതെല്ലാം ഒരേ സൈസ് ആൻഡ് ഷേപ്പിലാണെങ്കിൽ നമുക്ക് ആ വാൾ മാസനറി ഒക്കെ കൃത്യമായ അളവിൽ നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഇറ്റ് ഷുഡ് ബി ഓഫ് യൂണിഫോം സൈസ് ആൻഡ് ഷേപ്പ്. പിന്നെ 2 ബ്രിക്സ് തമ്മിൽ കൂട്ടിക്കുമ്പോൾ അത് ഒരു റിങ്ങിങ് സൗണ്ട് കിട്ടും. നമുക്ക് അറിയാം, നമ്മൾ ചട്ടിയും കലമൊക്കെ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്ന് അതിലൊന്ന് കൊട്ടി നോക്കും, നല്ല സൗണ്ടാണോ കേൾക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അതിൽ ക്രാക്സ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാം. ആ സെയിം പ്രോസസ്സാണ് നമ്മളിവിടെ ബ്രിക്സിന് നോക്കുന്നത്. പക്ഷെ നമ്മൾ കൈ കൊണ്ടല്ല കൊട്ടി നോക്കുന്ന 2 ബ്രിക്സ് ചേർത്താണ് നമ്മൾ റിങ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ it should produce a clear ringing sound when struck with each other. ഇനി നമ്മുടെ ബ്രിക്സിന്റെ മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 7 to 14 ന്യൂട്ടൺ per mm² ആണ്. The water absorption should not be greater than 20%. വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊരു ടെസ്റ്റാണ്. നമ്മൾ ഈ കട്ട 24 hours വെള്ളത്തിലിടും. അപ്പോൾ വെള്ളത്തിലിടുന്നതിന് മുമ്പ് അതിൻ്റെ വെയിറ്റ് നോക്കും. അത് കഴിഞ്ഞ് അതിനെ വെള്ളത്തിലിടും. ആഫ്റ്റർ 24 hours അതിനെ പുറത്തെടുക്കുന്നുണ്ട്, വീണ്ടും അതിനെ വെയ് ചെയ്യും. അപ്പോൾ അത് തമ്മിലുള്ള വെയിറ്റ് ഡിഫറൻസ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 20%. 20% കൂടിയാൽ ആ ബ്രിക്സ് കൊള്ളത്തില്ല. ആൻഡ് നെക്സ്റ്റ് ഇസ് 1 മീറ്റർ ഹൈറ്റിൽ നിന്നും ഈ ബ്രിക്സിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് പൊട്ടാൻ പാടില്ല. പൊട്ടുവാണ്, ദാറ്റ്സ് നോട്ട് സോ ഗുഡ്. അപ്പം ഇറ്റ് ഷുഡ് നോട്ട് ബ്രേക്ക് വെൻ ഡ്രോപ്പ് ഫ്രം എ ഹൈറ്റ് ഓഫ് 1 മീറ്റർ. പിന്നെ ഉള്ളത് നമ്മുടെ സോൾട്ട് ഡിപ്പോസിറ്റിന്റെ കാര്യമാണ്. അപ്പം അതിനെ ഈ പറഞ്ഞ പോലെ നമ്മൾ 24 hours ഒരു ബ്രിക്കിനെ വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നു. പിന്നെ ഡ്രൈഡ് സൺലൈറ്റിലല്ല, അല്ലാതെ ഷെയ്ഡിൽ നമ്മൾ അതിനെ ഡ്രൈ ചെയ്യാൻ അനുവദിക്കുന്നു. അപ്പം വൈറ്റ് ഡിപ്പോസിറ്റ്സ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാച്ചസ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് സോൾട്ട്. അങ്ങനെ പ്രസൻസ് ഓഫ് സോൾട്ട് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ കൺസ്ട്രക്ഷൻ. ഇറ്റ് ഷുഡ് നോട്ട് ഷോ എനി ഡിപ്പോസിറ്റ്സ്. സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ബ്രിക്സ്: hollow and solid cement blocks, interlocking blocks, mud blocks and soil stabilized blocks. ഇപ്പം ചുടുകട്ടയുടെ കാട്ടിലും കൂടുതൽ ആൾക്കാർ ഈ ഹോളോ ബ്ലോക്സ് ആൻഡ് സോളിഡ് സിമെന്റ് ബ്ലോക്സും ഇന്റർലോക്കിംഗ് ബ്ലോക്സ്, മഡ് ബ്ലോക്സ്, സോളിഡ് സ്റ്റെബിലൈസ്ഡ് ബ്ലോക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. Next is timber. The wood that is suitable for carpentry or engineering purpose is known as timber. It should be well seasoned before use. നമ്മുടെ ചുറ്റുപാടും ഇഷ്ടംപോലെ തടികളുണ്ട്. തടികൾ 2 types ആണ്, ഹാർഡ് വുഡ് ആൻഡ് സോഫ്റ്റ് വുഡ്. അപ്പോൾ ഹാർഡ് വുഡാണ് നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് പർപ്പസിന്, അതായത് കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന വുഡിനെയാണ് നമ്മൾ ടിമ്പർ എന്ന് പറയുന്നത്. ദിസ് ടിമ്പർ അതിനെ നമ്മൾ സീസൺ ചെയ്യണം ബിഫോർ യൂസിങ്. അപ്പം നെക്സ്റ്റ് ഈസ് സീസണിങ്. ദ പ്രോസസ് ഓഫ് റിമൂവിങ് ദ മോയ്സ്ചർ കണ്ടന്റ് ഫ്രം ദ ഫ്രഷ്ലി കട്ട് ട്രീസ് ബിഫോർ യൂസ് ഈസ് കോൾഡ് സീസണിങ്. The 2 methods of seasoning are natural seasoning and artificial seasoning. ഈ മരം നമ്മൾ തടിയായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ more than 50% of its weight contains moisture content. അപ്പോൾ അതായത് വെള്ളത്തിൻ്റെ അംശമാണ്. അപ്പോൾ ഈ ജലാംശത്തെ നമുക്ക് ഈ തടിയിൽ നിന്നും നീക്കം ചെയ്യണം. ആ നീക്കം ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ സീസണിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 types ഉണ്ട്. നാച്ചുറൽ സീസണിങ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ സീസണിങ് ഉണ്ട്. നാച്ചുറൽ സീസണിങ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ തടി വെട്ടി അതാത് സ്ഥലത്ത് അവിടെ തന്നെ കിടക്കുമ്പോൾ ഈ വെയിലും ഒക്കെ അടിച്ച് അത് പതുക്കെ അതിനകത്ത് ജലാംശമെല്ലാം വലിഞ്ഞു പോകും. ബട്ട് ആർട്ടിഫിഷ്യൽ സീസണിങ് എന്ന് പറയുമ്പോൾ അതിന് കെമിക്കൽ സീസണിങ് ഉണ്ട്, ബോയിലിംഗ് ഉണ്ട്, അങ്ങനെ പല പ്രോസസ്സും അതിനകത്ത് ഉണ്ട്. അപ്പം
സോ നമ്മളിവിടെയൊക്കെ നാച്ചുറൽ സീസണിങ് ആണ് ചെയ്യാറുള്ളത്. ആൻഡ് യൂസസ് ഓഫ് ടിമ്പർ. നമുക്കറിയാം തടിയുടെ ഉപയോഗം ഡോർസ് ഉണ്ടാക്കാൻ, വിൻഡോസ്, ക്യാബിൻസ്, കബോർഡ്സ്, ഷെൽഫ്സ്, ടേബിൾസ്, റെയിലിംഗ്, ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഭിത്തി പാനൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഡിഫറെൻറ്റ് സ്ട്രക്ചറാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് ബീംസ് ആയിട്ടും പില്ലേഴ്സ് ആയിട്ടും ഒക്കെ നമ്മൾ ഇതിനകത്ത് ടിമ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. Steel is an alloy of iron and carbon with other elements. It is used as reinforcement in RCC and to make steel sections of roof trusses, beams, columns, etc. PCC plain cement concrete reinforcement place ചെയ്ത് കഴിയുമ്പോഴാണ് റീഇൻഫോഴ്സ്മെന്റ്. അതിനകത്ത് റീഇൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ കമ്പിയാണ്. കമ്പി അതിനകത്ത് ഇടുമ്പോഴാണ് അത് RCC ആകുന്നത്. ടെൻഷൻ സോൺസിലാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ഇടേണ്ടത്. ആൻഡ് സ്റ്റീൽ സെക്ഷൻസ്, ഡിഫറെൻറ്റ് സ്റ്റീൽ സെക്ഷൻ, റൂഫ് ട്രസ്സസ് ഉണ്ടാക്കാൻ വേണ്ടി ബീംസ്, കോളംസ്, അതിനൊക്കെ നമ്മൾ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിഫറെൻറ്റ് മാർക്കറ്റ് ഫോംസ് ഓഫ് സ്റ്റീൽ: ആംഗിൾ സെക്ഷൻ, ചാനൽ സെക്ഷൻ, T സെക്ഷൻ, I sections, square bars, round bars, pipes, plates, HYSD bars and TMT bars are the various market forms of steel. അതിന്റെ പിക്ചർ നെക്സ്റ്റ് പേജിൽ കാണാൻ സാധിക്കും. The diameters of bars commonly available in the market. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഡയമീറ്റേഴ്സ് ഓഫ് സ്റ്റീൽ ബാർസ് ആണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. 6 mm, 8 mm, 10 mm, 12 mm, 16 mm, 20 mm, 22 mm, 25 mm, 28, 32, 40, 45 and 50 mm. ഇത്രയും ഡിഫറെൻറ്റ് ഡയമീറ്റേഴ്സ് ഓഫ് ബാർസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനിയും നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ സ്റ്റീൽ വാങ്ങുമ്പോൾ അത് നമ്മൾ അതിൻ്റെ വെയിറ്റിൽ കൂടെയാണ്, ഇത്ര kgs ആണ് നമ്മൾ പറയുന്നത്, ലൈക്ക് ക്വിൻ്റൽസിലാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ലെങ്തിലല്ല പറയുന്നത്. സോ നമ്മൾക്കതിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. സോ an easy method, weight by meter is equal to d squared divided by 162.2 gives the weight in kgs. അതായത് 1 മീറ്റർ കമ്പിയെ വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഡയമീറ്ററിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 162.2. അപ്പം ഡയറക്റ്റ് നമുക്ക് കിലോസിലാണ് കിട്ടുന്നത്, kgsലാണ് കിട്ടുന്നത്. where d is the diameter of the bar in millimeter. ഡിഫറെൻറ്റ് മാർക്കറ്റ് ഫോംസ് നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. അപ്പം അത് ആംഗിൾ സെക്ഷൻ കണ്ടോ, ആംഗിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ആൻഡ് ദെൻ ദിസ് ചാനൽ സെക്ഷൻ, ഇത് T സെക്ഷൻ, ടിയുടെ ഷേപ്പിൽ, ഇത് ഐയുടെ ഷേപ്പിൽ I സെക്ഷൻസ്. ഇത് റൗണ്ട് ബാർസ് ആണ്, ഇത് സ്ക്വയർ ബാർസ്, പ്ലേറ്റ്സ്, കോഗ്രേറ്റഡ് ഷീറ്റ്സ്, ഇത് മെഷാണ്. പിന്നെ ഇത് റിബ്ഡ് ടോർ സ്റ്റീലാണ്, ഇതും അതുമൊക്കെ റിബ്ഡ് ടോർ സ്റ്റീലാണ്. അപ്പം ദിസ് റൗണ്ട് ബാർസ് നമ്മൾ ജനാലൊക്കെ യൂസ് ചെയ്യും. ബട്ട് റിബ്ഡ് ടോർ സ്റ്റീല് നമ്മൾ കോൺക്രീറ്റിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഈസ് അഡ്വാൻസ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. ജസ്റ്റ് നെയിം മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. അഡ്വാൻസ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് നമ്മൾ അലൂമിനിയം, നെക്സ്റ്റ് ഈസ് ഗ്ലാസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, gypsum board, and then industrial timbers like plywood, veneer, block board, laminated board, MDF, HDF, rubber wood and many more. ഇത്രയും ഇൻഡസ്ട്രിയൽ ടിമ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം തടിയുടെ ലഭ്യതയൊക്കെ കുറയുന്നുണ്ട്. നമ്മൾ സോഫ്റ്റ് വുഡിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ദിസ് ടൈപ്പ് ഓഫ് വുഡ്.
ഇൻഡസ്ട്രിയൽ ടിമ്പേഴ്സിന് നമ്മൾ യൂസ് ചെയ്യുക. അതൊക്കെ അഡ്വാൻസ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആണ്. നെക്സ്റ്റ് ഇസ് ഫെറോ സിമെന്റ് കൺസ്ട്രക്ഷൻ. This is a type of construction. ഇതൊരു method of construction ആണ്. The ferro cement is a composite material prepared by using closely spaced one or multiple layers of wire mesh and small diameters of rod which are entirely covered by cement mortar. This ferro cement construction ചെയ്യുമ്പോൾ അത് നമ്മൾ കമ്പി വളരെ കുറച്ചാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. നമ്മൾ വയർ മെഷ് ആണ്, ഇതുണ്ട് ഇവിടെ നമുക്ക് കാണാം, വയർ മെഷ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ വയർ മെഷ് 1-2 ലേയേഴ്സ് ഇതിനകത്ത് ഡിഫറെന്റ് ലേയേഴ്സ് ഇട്ടിട്ടുണ്ട്. 1, 2, 3 ലേയേഴ്സ് അങ്ങാണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ലേയേഴ്സിനകത്ത് മൾട്ടിപ്പിൾ ലേയേഴ്സ് ഓഫ് വയർ മെഷ് ഇട്ടിട്ട് എന്നിട്ട് കൂട്ടത്തിൽ വേണേ സ്മോൾ ഡയമീറ്റേഴ്സ് ഓഫ് റോഡ് യൂസ് ചെയ്യാം. അത് ഇപ്പുറത്തെ ഡയഗ്രത്തിനകത്ത് നമുക്ക് കാണാം. അതിനകത്ത് സ്മോൾ ഡയമീറ്റേഴ്സ് ഓഫ് റോഡ്സ് യൂസ് ചെയ്ത് എന്നിട്ട് അതിനെ 2 സൈഡും സിമെന്റ് മോട്ടാർ യൂസ് ചെയ്ത് അതിനെ പൊതിഞ്ഞ് കവേർഡ് ചെയ്തെടുക്കുന്നത്. ദിസ് ഇസ് എ വെരി ഗുഡ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ് മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ. Here we can see the advantages. High tensile strength ആണ്, പിന്നെ ക്രാക്ക് റെസിസ്റ്റൻസ് ആണ്, ക്രാക്സ് കുറവാണ്, ലോ വെയിറ്റ് ആണ്, കാരണം അതിന്റെ തിക്നെസ് വളരെ കുറവാണ്, അതുകൊണ്ട് ലോ വെയിറ്റ് ആണ്, ഡ്യൂറബിൾ ആണ്, ഈട് നിൽക്കുന്നതാണ്, ചീപ്പാണ്. കാരണം ചീപ്പാന്ന് വെച്ചാൽ അതിന്റെ ലേബർ കോസ്റ്റ് ഇച്ചിരി കൂടുതലാണെങ്കിലും മെറ്റീരിയൽ കോസ്റ്റ് വളരെ കുറവാണ്, കാരണം മെറ്റീരിയൽസ് നമ്മൾ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ അവൈലബിൾ ഇൻ തിൻ സെക്ഷൻസിന് നമുക്ക് അതിനെ അവൈലബിൾ ആണ്. ലെസ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഈസ് റിക്വയർഡ്, ക്യാൻ ബി ഫാബ്രിക്കേറ്റഡ് ഇൻ ടു എനി ഡിസൈഡ് ഷേപ്പ്. ഏത് ഡിസൈഡ് ഷേപ്പിൽ വേണമെങ്കിലും നമ്മൾ അതിനെ ഫാബ്രിക്കേറ്റ് ചെയ്ത് അതിനെ മോൾഡ് ചെയ്ത് എടുക്കാം. അതുകൊണ്ട് നമുക്ക് ഇവിടെ കാണാം, ഇതുണ്ട് ഈ ഷേപ്പിൽ ആക്കി എടുത്തേക്കുന്നു. അപ്പുറത്തെ ടാങ്കിന്റെ നേരത്തെ കാണിച്ച ഒരു ടാങ്ക് വട്ടത്തിൽ ആക്കിയെടുക്കുന്നു. ഇതുണ്ട് ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ ഫുള്ള്, അതായത് വിൻഡോസ് ആൻഡ് ഡോർസ് ഒഴികെ, പില്ലേഴ്സും ഒഴികെ ബാക്കി ഭിത്തിയും എന്താണ് റൂഫും എല്ലാം അവര് ഈ ഫെറോ സിമെന്റ് കൺസ്ട്രക്ഷൻസിലാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാം, ദിസ് ബിൽഡിംഗ് ഇസ് ഓൾസോ ഡൺ വിത്ത് ഫെറോ സിമെന്റ് കൺസ്ട്രക്ഷൻ. അപ്പം ഇതിന്റെ റൂഫ് എല്ലാം നല്ല ഷേപ്പിൽ ഇത് ആക്കിയെടുത്തേക്കുന്നത്. അപ്പം ഇനി ഡിസയർ ഷേപ്പിൽ നമുക്ക് ഈ ഫെറോ സിമെന്റ് നമുക്ക് മാറ്റി എടുക്കാം, ഏത് ഷേപ്പിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. Uses for making building components like partition walls, cupboard, slabs, sunshades, roof, etc. അപ്പം നമ്മൾ കബോർഡ്സോ പാർട്ടീഷൻ വാൾസോ, ഇവിടെ ഒരു കബോർഡിന്റെ പിക്ചറാണ് ഞങ്ങൾക്ക് എടുത്തിട്ടേക്കുന്നത്. വളരെ തിൻ സെക്ഷൻസ് ഉണ്ട്, ഇതെല്ലാം ഫെറോ സിമെന്റ് വെച്ചായിരുന്നു. വളരെ തിൻ സെക്ഷൻസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് വാട്ടർ ടാങ്ക്സ് ആൻഡ് സെപ്റ്റിക് ടാങ്ക് യൂണിറ്റ്സ്. വാട്ടർ ടാങ്ക്സും സെപ്റ്റിക് ടാങ്ക് യൂണിറ്റ്സും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബെഞ്ചസ്, ഗാർഡനിലും പാർക്കിലും ഓപ്പൺ എയർ തിയേറ്ററിലും ഒക്കെ ഇടാൻ ഇരിക്കാനുള്ള ബെഞ്ചസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒത്തിരി ലോഡൊന്നും അതേ വരുന്നില്ല, ലോഡ് വന്നാലും കുഴപ്പമില്ല. പിന്നെ മേക്കിംഗ് ബയോഗ്യാസ് പ്ലാന്റ്സ്, ഗാർഡൻ പോട്ട്സ്, പ്രഷർ പൈപ്സ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നു. സിമെന്റ് മോട്ടാർ is a mixture of cement, sand and water at required proportion. It is used for masonry constructions, plastering and pointing. കാണാം, സിമെന്റ് മോട്ടാർ എന്ന് പറയുന്നത് ഇവിടെ ഈ ഡയഗ്രത്തിൽ കണ്ടിട്ടുണ്ട്. സിമെന്റ് ഉണ്ട്, സാൻഡ് ഉണ്ട്, ആൻഡ് ദെൻ വാട്ടർ. അതിലൂടെ നമുക്ക് മോട്ടാർ കിട്ടും. അപ്പം അതിന് ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസ്, പോയിന്റിങ്ങിന് ഏത് പ്രൊപ്പോർഷനാണ് യൂസ് ചെയ്യുന്നത്, പ്ലാസ്റ്ററിങ് ഓഫ് എക്സ്റ്റേണൽ വാൾസിന് ഡിഫറെൻ്റ് ആയിട്ട്, ഇന്റേണൽ വാൾസിന് ഡിഫറെൻ്റ് ആണ്, മാസണറി വർക്ക്സിന് ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പം പോയിന്റിങ്ങിന് 1:1 to 1:3, അതായത് 1:1, 1:2 and 1:3 യൂസ് ചെയ്യും. പ്ലാസ്റ്ററിങ് ഓഫ് എക്സ്റ്റേണൽ വാൾസ് എന്ന് പറയുമ്പോൾ 1:3 and 1:4.
ഇന്റേണൽ വാൾസിന് 1:5 ആൻഡ് 1:6 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മേസണറി വർക്ക്സിന് 1:5 to 1:8 ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് സിമെന്റ് കോൺക്രീറ്റ്. സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മിക്സ്ചർ എന്ന് പറയുമ്പോൾ ഒരു സാധനം കൂടെ, ഒരു മെറ്റീരിയലിലൂടെ എക്സ്ട്രാ ഉണ്ട്. നമുക്ക് മോട്ടാറിനകത്ത് സിമെന്റും സാൻഡും വാട്ടറുമായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ അഗ്രിഗേറ്റൂടെ എക്സ്ട്രാ യൂസ് ചെയ്യും. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമെന്റ് മോട്ടാർ ആൻഡ് സിമെന്റ് കോൺക്രീറ്റ് ഈസ്, സിമെന്റ് മോട്ടാറിനകത്ത് there is only 2 ingredients with water, and in cement concrete there is 3 ingredients with water. So cement concrete is obtained by mixing a binding material. നമ്മൾ ഇതിനകത്ത് എല്ലാത്തിനകത്തും ഒരു ബൈൻഡിങ് മെറ്റീരിയൽ യൂസ് ചെയ്യും, ദാറ്റ് ഈസ് സിമെന്റ്. സിമെന്റ് ഇല്ലെങ്കിൽ സാൻഡും അഗ്രിഗേറ്റും ഇളക്കി വെച്ചാൽ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇറ്റ് വോണ്ട് മിക്സപ്പ് ടുഗദർ. അത് മിക്സപ്പ് ചെയ്യത്തില്ല. സിമെന്റിന്റെ ഉണ്ടെങ്കിൽ മാത്രമേ അത് മിക്സപ്പ് ആകുള്ളൂ. സോ സിമെന്റ് മിക്സിംഗ് എ ബൈൻഡിങ് മെറ്റീരിയൽ സിമെന്റ് വിത്ത് ഫൈൻ അഗ്രിഗേറ്റ്. ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ സാൻഡാണ് ഫൈൻ അഗ്രിഗേറ്റ്. ആൻഡ് ദെൻ കോഴ്സ് അഗ്രിഗേറ്റ്. കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ ബ്രോക്കൺ സ്റ്റോൺസ് ആണ്. ആൻഡ് വാട്ടർ ഇൻ റിക്വയർഡ് പ്രൊപ്പോർഷൻ. ഇതിനൊക്കെ ഓരോ പ്രൊപ്പോർഷൻസ് ഉണ്ട്. ആ പ്രൊപ്പോർഷൻസിൽ വേണം നമ്മൾ മിക്സപ്പ് ചെയ്യാൻ. ഇറ്റ് ഈസ് ജനറലി നോൺ ആസ് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്. അപ്പോൾ ഇത് 3 മെറ്റീരിയൽസ് വിത്ത് വാട്ടർ നമ്മൾ മിക്സ് ചെയ്തുണ്ടാക്കുമ്പോൾ നമുക്ക് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ആണ്, PCC ആണ് കിട്ടുന്നത്. When PCC is reinforced with steel, it is known as reinforced cement concrete. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ PCCയുടെ കൂടെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ്, നമുക്ക് PCC എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സ്ട്രോങ് ഇൻ കംപ്രഷൻ ഓൺലി. ഒരു ടൈപ്പ് ഓഫ് ഫോഴ്സ് മാത്രമേ അതിന് താങ്ങുവാനുള്ള ശക്തിയുള്ളൂ. ബട്ട് ആസ് RCC is strong both in tension and compression. നമ്മൾ ഇതിനകത്ത് കമ്പി ഇടുമ്പോൾ ടെൻഷനും കംപ്രഷനും എടുക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ RCCക്ക് ഉണ്ട്. സോ നെക്സ്റ്റ് ഇസ് ഡിഫറെന്റ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ്. നമ്മൾ സിമെന്റിന്റെ ഗ്രേഡ്സ് പഠിച്ചു, അതുപോലെ തന്നെ കോൺക്രീറ്റിന്റെ ഗ്രേഡ്സ്. വേരിയസ് ഗ്രേഡ്സ് എന്ന് പറയുമ്പോൾ M5, M7.5, M10, M15, M20, 25, M30, M35, M40 and so on. ഇതിനകത്ത് ലെറ്റർ M denotes the മിക്സിനെ ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് ദ നമ്പർ ഇൻഡിക്കേറ്റ്സ് ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇൻ Newton/mm² ആഫ്റ്റർ 28 days. അപ്പം എല്ലാം 28. നമ്മൾ ഏത് ടെസ്റ്റിംഗ് നടത്തുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ ക്യൂറിംഗ് പ്രോസസ്സും അതിൻ്റെ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നത് ദിസ് 28 ഡേയ്സും കൊണ്ടാണ്. സോ അതുകൊണ്ടാണ് ഈ 28 ഡേയ്സ് എന്ന് പറയുന്നത്. ഈ 28 ഡേയ്സിൽ നമുക്ക് ക്യൂറിങ്ങും ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസ് നമുക്ക് കാണാം. M5 ഗ്രേഡ് കോൺക്രീറ്റിന് M മിക്സ് ആണ്, 5 കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ അതിൻ്റെ മിക്സ് 1:5:10 ആണ്. കുറേ കൂടെ ലീൻ മിക്സ് ആണ്. ആൻഡ് M7.5 എന്ന് പറയുമ്പോൾ 1:4:8. നമ്മൾ എപ്പോഴും ഓർക്കണം, സെക്കൻഡ് പ്രൊപ്പോർഷൻ്റെ ഡബിൾ ആയിരിക്കും തേർഡ്. 1:5 ആണ്, 5ന്റെ ഡബിൾ 10. 1:4:8, 4ന്റെ ഡബിൾ ആണ് 8. ഈ 1 എന്ന് പറയുന്നത് സിമെന്റ് ആണ്. നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഫൈൻ അഗ്രിഗേറ്റ് അല്ലെങ്കിൽ സാൻഡ് ആണ്. ആൻഡ് തേർഡ് മിക്സ് എന്ന് പറയുന്നത് തേർഡ് പ്രൊപ്പോർഷനിനകത്തുള്ളത് അത് കോഴ്സ് അഗ്രിഗേറ്റ് ആണ്. അപ്പോൾ M10ന് 1:3:6, M15ന് 1:2:4, M20 1:1.5:3 and then M25 1:1:2. ബാക്കി M30 മുതൽ M70 വരെ ഡിസൈൻ മിക്സ് ഉണ്ട്. അതനുസരിച്ചാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്ക് കോൺക്രീറ്റിനെ മിക്സ് ചെയ്ത് ഇടുന്നത് കാണാം.
ഇവിടെ ഇതിനെ പ്ലേസ് ചെയ്ത് കമ്പാക്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ കമ്പി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ ഒരു ലെയർ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം നെക്സ്റ്റ് ലെയർ കൂടി ഇട്ട് അതിനെ കമ്പാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ, ലേയിങ് പ്രോസസ്സാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് ഈസ് ക്യൂറിംഗ് ഓഫ് കോൺക്രീറ്റ്. ക്യൂറിംഗ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കോൺക്രീറ്റ് എല്ലാം നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന് ഹാർഡൻ ചെയ്യും. അപ്പം ഫൈനൽ സെറ്റിംഗ് ടൈം 10 hours ആണ്. അത് കഴിയുമ്പോഴത്തേക്ക് അതിനെ നനച്ചു കൊടുക്കണം. എന്തിനാണ്? ബാക്കി സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി കിട്ടാനും വേണ്ടി അതിന് നനച്ചു കൊടുക്കണം. അതായത് ഹൈഡ്രേഷൻ പ്രോസസ്സ്. ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റിയാക്ഷൻസ് നടക്കുമ്പോൾ ഒത്തിരിയും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റിനെ മിനിമൈസ് ചെയ്യാനാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഹൈഡ്രേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അന്നേരം വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി കൂടുതലായിട്ട് നമ്മുടെ സ്ട്രക്ചറിന് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത്. ആ പ്രോസസ്സിനാണ് നമ്മൾ ക്യൂറിംഗ് എന്ന് പറയുന്നത്. ക്യൂറിംഗ് ഓഫ് കോൺക്രീറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് കീപ്പിംഗ് ദ കോൺക്രീറ്റ് വെറ്റ് ഫോർ എ സ്പെസിഫൈഡ് പീരിയഡ് to develop the strength and stability. It is done after the concrete has placed in position and got hardened. അപ്പോൾ ഹാർഡൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ഈസ് റെഡി മിക്സ് കോൺക്രീറ്റ്. ഇപ്പോൾ റെഡി മിക്സ് കോൺക്രീറ്റ് ഇപ്പം നമ്മൾ കൂടുതലും റെഡി മിക്സ് കോൺക്രീറ്റ് പലരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ദിസ് റെഡി മിക്സ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്തുകൊണ്ട് വരികയാണ്. നമ്മൾ പണ്ട് കാലത്ത് എല്ലാം നമ്മുടെ സൈറ്റിൽ തന്നെയാണ്, അതായത് പ്ലേസിൽ തന്നെയാണ് അതിനെ മിക്സ് ചെയ്ത് അതിനെ പ്ലേസ് ചെയ്ത് നമ്മളെല്ലാം ചെയ്തുകൊണ്ട് കമ്പാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ബിഗ് ട്രാൻസിസ്റ്റ് മിക്സേഴ്സ് ലോറിക്കകത്ത് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് കോൺക്രീറ്റ് കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ നമ്മുടെ പ്ലേസിൽ അവർ ഇട്ട് തന്ന് കമ്പാക്ട് ചെയ്ത് കൃത്യമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തുമാത്രം കോൺക്രീറ്റ് വേണമെന്ന് നമ്മൾ അവരോട് പറഞ്ഞാൽ മതി. അവർ അതനുസരിച്ച് നമുക്ക് ഏത് പ്രൊപ്പോർഷൻ വേണമെന്നുള്ളത് പറഞ്ഞാൽ നമുക്കത് കിട്ടും. ഇറ്റ് ഈസ് ദ കോൺക്രീറ്റ് മാനുഫാക്ചർഡ് ഇൻ ദ ഫാക്ടറി അറ്റ് റിക്വയർഡ് പ്രൊപ്പോർഷൻ ആൻഡ് ദെൻ ഡെലിവേർഡ് ടു ദ വർക്ക് സൈറ്റ് ബൈ ട്രാൻസിസ്റ്റ് മിക്സേഴ്സ് മൗണ്ടഡ് ഇൻ ട്രക്സ്. ഇവിടെ സ്പ്രേയിങ് മെത്തേഡിൽ കോൺക്രീറ്റ് ക്യൂർ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് ഡിഫറെൻറ്റ് ബിൽഡിംഗ് ഫിനിഷസ്. ബിൽഡിംഗ് ഫിനിഷസിന് പ്ലാസ്റ്ററിങ് ആൻഡ് പോയിന്റിങ് അത് പ്രൊട്ടക്റ്റീവ് വർക്ക്സ് ആണ്. അതിൻ്റെ മണ്ടയ്ക്ക് അടിക്കുന്ന പെയിന്റിങ്, ഡിസ്റ്റംബറിങ്, വാഷിങ് അതെല്ലാം ഡെക്കറേറ്റീവ്, കാണാൻ ഭംഗിയുള്ളതാക്കുന്നതാണ്. ഇവിടെ നമുക്ക് പെയിന്റിങ് കാണാം, ഇതിനകത്ത് വാർണിഷിങ് കാണാം. പ്ലാസ്റ്ററിങ് ആൻഡ് പോയിന്റിങ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊട്ടക്റ്റീവ് വർക്ക്സ്. അതായത് നമ്മൾ സ്ട്രക്ചർ പണിഞ്ഞു കഴിയുന്നുണ്ടെങ്കിൽ മാസണറിക്ക് ഒരു പ്രൊട്ടക്റ്റീവ് വർക്കായിട്ടാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ആൻഡ് പോയിന്റിങ് ചെയ്യുന്നത്. ആൻഡ് ഓവർ ദ പ്ലാസ്റ്ററിങ് ആൻഡ് പോയിന്റിങ് ആണ് നമ്മൾ ഈ പറയുന്ന പെയിന്റിങ്, ഡിസ്റ്റംബറിങ്, വാർണിഷിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഡെക്കറേറ്റീവ് വർക്ക്സ് ആണ്. ഹിയർ നമുക്ക് ഇതിലൂടെ അതിന് യൂസ് ചെയ്ത മെറ്റീരിയൽസിനെ നമുക്ക് കാണാൻ സാധിക്കും. Paints and varnishes are the materials that are commonly used for the finishing of the surfaces in the building. Finishing materials ആയിട്ട് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെയിന്റ്സ് ആർ കോട്ടിങ്സ് ഓഫ് ഫ്ലൂയിഡ് മെറ്റീരിയൽസ് അപ്ലൈഡ് ഓവർ ദ സർഫസ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ. ഇപ്പോൾ പെയിന്റിനകത്ത് ഒരു ബേസ് ഉണ്ട്, ഒരു കാരിയർ ഉണ്ട്, ഒരു ഡ്രയർ ഉണ്ട്, ഡ്രൈ ചെയ്യുന്ന സാധനം അത്യാവശ്യമല്ല, അതിനകത്ത് മെറ്റീരിയൽസ് ആണ്. ആൻഡ് ദെൻ എ കളറിംഗ് പിഗ്മെന്റ് ഉണ്ട്, ഒരു കളറിംഗ് പിഗ്മെന്റ്. ആ കളറിംഗ് പിഗ്മെന്റ് ആണ് ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് തരുന്നത്. ആൻഡ് ദെൻ ഇതിനെ എല്ലാം കൂടെ ഡിസോൾവ് ചെയ്യാനൊരു സോൾവെന്റും ഉണ്ട്. ആൻഡ് ദെൻ വാർണിഷസിന്റെ പെയിന്റ്സിന്റെ ഡിഫറെന്റ് എന്ന് പറയുമ്പോൾ ഈ പെയിന്റഡ് മെറ്റീരിയലിന്റെ മണ്ടയ്ക്കാണ്, പെയിന്റഡ് സർഫസിന്റെ മുകളിലാണ് നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്യുന്നത് for extra brilliance. Varnishes are transparent solution of resinous materials
prepared in alcohol, oil or turpentine. ആൽക്കഹോളിലോ ഓയിലോ ടർപ്പൻറ്റൈനിലോ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ദിസ് വാർണിഷ് ആൻഡ് അപ്ലൈഡ് ഓവർ ദ പെയിന്റഡ് സർഫസ് ടു ഗിവ് എക്സ്ട്രാ ബ്രില്യൻസ് നൽകാനും വേണ്ടിയാണ് നമ്മൾ വാർണിഷ് യൂസ് ചെയ്യുന്നത്.